കണ്ണൂർ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചാർജ് ഷീറ്റിൽ ഈ എപ്പിസോഡിൽ 2 യുവാക്കളെ ചെളിയിൽ ചവിട്ടിത്താഴ്ത്തി കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ നാൾവഴികളിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത്. ഒരു രാഷ്ട്രീയ കൊലപാതകമാണ്. കണ്ണൂർ ജില്ലയിൽ പിന്നെ അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ധർമ്മടം മേലൂരിൽ ആണ് സംഭവം നടന്നത്. അക്കാലത്ത് ആ കൊലപാതകം കഴിഞ്ഞ് ഗവൺമെന്റ് ലീഡറായിരുന്ന KP ഹരീന്ദ്രൻ, അദ്ദേഹമാണ് ആ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. KP ഹരീന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഏതാണ്ട് 40ഓളം കൊലപാതക കേസുകളിൽ അദ്ദേഹം പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായിട്ടുണ്ട്. ഏതാണ്ട് 400-ലേറെ കേസുകളിൽ 302, 307 അടക്കമുള്ള 400-ലേറെ സെഷൻസ് കേസുകളിൽ അദ്ദേഹം പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ്. അപ്പോൾ ഈ ഇരട്ട കൊലപാതകം എന്നാണ്, മേലൂർ ഇരട്ട കൊലപാതകം എന്നാണ് അന്ന് അത് അറിയപ്പെട്ടത്. നമ്മുടെ ഇന്നത്തെ DGP മനോജ് എബ്രഹാം കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരിക്കുമ്പോഴാണ് ആ കൊലപാതകം നടക്കുന്നത്. 2 ചെറുപ്പക്കാർ അവരെ ചെളിയിൽ ചവിട്ടിത്താഴ്ത്തി കൊലപ്പെടുത്തിയ കേസാണ്. ആ കേസിന്റെ നാൾവഴികളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ സഞ്ചാരം. പ്രേക്ഷകർക്കും ഒപ്പം അന്ന് പ്രോസിക്യൂട്ടറായിരുന്ന ശ്രീ KP ഹരീന്ദ്രനും ചാർജ് ഷീറ്റിലേക്ക് സ്വാഗതം. പോലീസിന്റെ ഒരു പ്രാഥമിക അന്വേഷണം ഏത് നിലക്കാണ്? ഇത് ശരിക്കും ആസൂത്രിതമായി നടന്നൊരു കൊലപാതകമാണോ? അതെങ്ങനെയാണ്? പോലീസിന്റെ ഒരു തെളിവുകൾ ശേഖരിക്കലും അന്വേഷണത്തിന്റെ നടപടികളും അതിന്റെ ഒരു പോക്കും എങ്ങനെയായിരുന്നു? പ്രോസിക്യൂഷൻ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ ഒരു ഗതി എങ്ങനെയാണ്? കേസിന്റെ അന്വേഷണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്ത്രപരമായ നീക്കങ്ങളും അതുപോലെ തന്നെ വളരെ നല്ല തരത്തിലുള്ള അന്വേഷണങ്ങളും ഈ കേസിൽ നടന്നിട്ടുണ്ട്. സാക്ഷികളെ ചോദ്യം ചെയ്ത് ആ സാക്ഷികൾ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ മനസ്സിലാക്കി, ആ പ്രതികളെ മനസ്സിലാക്കിയതിന് ശേഷം അവർ തന്നെയാണോ ഈ സംഭവം നടത്തിയത് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമം നടന്നിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ പിന്നെ പോലീസിൻ്റെ ആ ഒരു സജീവമായ ഒരു പ്രവർത്തനം ഈ കേസന്വേഷണത്തിന് വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ കാലഘട്ടത്തിൽ പഴയ കാലത്തൊക്കെ പറയലുണ്ട്, എതിർ പാർട്ടിക്കാർ ഏത് കേസിലാണെങ്കിലും പാർട്ടി നേതൃത്വങ്ങൾ കൊടുക്കുന്ന ഒരു ലിസ്റ്റ് അനുസരിച്ചാണ് പ്രതികളെ ചേർത്തിരുന്നത്. ഈ കേസിൽ അങ്ങനെ പ്രോസിക്യൂട്ടർക്ക് തോന്നിയിരുന്നു? എനിക്ക് ഈ കേസിൽ ഐഡൻറ്റിഫിക്കേഷൻ്റെ കാര്യത്തിലും കുറ്റം ചെയ്ത സംഭവത്തിൻ്റെ കാര്യത്തിലും പോലീസ് പ്ലേസ് ചെയ്ത റെക്കോർഡ്സിൽ വേറെ ഒരു സംശയങ്ങളും തോന്നിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് പിന്നെ കോടതി സാക്ഷികളുടെ മൊഴി പൂർണ്ണമായും വിശ്വസിച്ച് 15 പ്രതികളുണ്ടായിരുന്ന കേസിൽ 14 പേരെയും ശിക്ഷിച്ചത്. ഈ സാധാരണ ഇവിടെ ബോംബെറിഞ്ഞിട്ടാണല്ലോ സാധാരണ ആക്രമണങ്ങൾ? ബോംബുണ്ടായിട്ടുണ്ട്, സ്ഫോടനം? ഇവിടെ സ്ഫോടനം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഇപ്പോഴുള്ള ഓർമ്മ. കാരണം ഈ പിന്നെ ഉറങ്ങിക്കൊണ്ടിരുന്ന പ്രതികളെ വളഞ്ഞു വെച്ച് ആക്രമണം നടത്തുകയാണ് ചെയ്തത്. ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നത്. എനിക്കത് കൃത്യമായി പിന്നെ പറയാൻ പറ്റില്ല. ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഈ സാക്ഷികളുടെ ചീഫില് പ്രധാന സാക്ഷി കണ്ട ഒരു സാക്ഷി, അതിപ്പോ ചന്ദ്രന്റെ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന നല്ല വെളിച്ചമുണ്ടെന്ന് താങ്കൾ കോടതിയിൽ സ്ഥാപിച്ചു. അദ്ദേഹം കാണുമ്പോൾ ഒരു രംഗം എങ്ങനെയാണ് പറയുന്നത്? അതിന്റെ ഉള്ളിൽ ഈ പറയുന്ന ഇവർ താമസിക്കുന്ന ഈ ഷെഡിൽ വെച്ച് തന്നെയാണോ ഇവർ വെട്ടിത്തെറിക്കുന്നത്? അവർ വെട്ടുകൊണ്ട് ഓടിയിട്ട് ചെളി വീടുന്നുണ്ടോ? അത്തരം രംഗങ്ങൾ പറയുന്നുണ്ടോ? അവർ പിന്നെ ആ ഷെഡ് വളഞ്ഞു വെച്ച് പിന്നെ ആക്രമണം നടത്തുന്നതും, അപ്പം ഈ പ്രതികൾ ഈ ചെറുപ്പക്കാർ ഷെഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും, ആക്രമിക്കപ്പെട്ട് പുറത്തേക്ക് വരുന്നതും, പുറത്തു വെച്ച് ഈ ചെറുപ്പക്കാരെ ആക്രമിക്കുന്നതും കണ്ടതായിട്ട് സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വിസ്താരം, ഈ കൊലപാതകം നടന്ന് എത്ര നാളുകൊണ്ട് ശരിക്കും ഇവര് കുറ്റപത്രം സമർപ്പിക്കുന്നുണ്ട്? ഇത് 2002 മാർച്ച് മാസത്തിലാണ് സംഭവം നടക്കുന്നത്. ഇതെനിക്ക് പിന്നെ കുറ്റപത്രം എനിക്ക് തോന്നുന്നത് ഒരു 2002 തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ലോക്കൽ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത്. മനോജ് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് എന്ന് എനിക്ക് കൃത്യമായി ഇപ്പോഴും ഓർമ്മിക്കുന്നില്ല. അത് പിന്നെ
തലശ്ശേരി തലശ്ശേരി സിയുടെ തലശ്ശേരി സിയുടെ തലശ്ശേരി സിയുടെ കീഴിലായിരുന്നു. തലശ്ശേരി DYSP ആണ് അന്വേഷിച്ചത് എന്നാണ് എനിക്ക് ഞാൻ ഓർമ്മിക്കുന്നത്, ഓർമ്മയിൽ. കേസ് തുടങ്ങുന്നത് എത്ര നാൾ നീണ്ടു നിന്നു ആ കേസിന്റെ വിചാരണ? ആ കേസിന്റെ വിചാരണ ഒരു 4 മാസം കൊണ്ട് കേസിന്റെ വിചാരണ പൂർത്തിയായി. വിചാരണ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സതീനാഥ് എന്ന ഡിസ്ട്രിക്ട് ജഡ്ജായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ. സതീനാഥ് എന്ന സെഷൻസ് ജഡ്ജായിരുന്നു ഈ കേസിന്റെ വിചാരണ കേട്ടത്. ഒരു ജഡ്ജി തന്നെയാണോ പൂർണ്ണമായിട്ടും ഈ കേസിന്റെ വിചാരണ പൂർണ്ണമായും കേട്ടത്? സതീനാഥ് ഒരേ ജഡ്ജി തന്നെയാണ്. അതെ, മാറി മാറി വരുന്ന. അതെ, ഈ ഫസ്റ്റ് സാക്ഷിയായിട്ട് വരുന്ന നാട്ടിൽ നടക്കുന്ന അദ്ദേഹം അറിയുന്ന ചോദ്യക്കാർ ഇതിന്റെ പ്രതിഷ്ഠാനം നിങ്ങൾ ഒരു പ്രദേശത്താണ്, ചെറിയൊരു പ്രദേശമാണ്, വലിയൊരു പ്രദേശമല്ല. ഈ മേലൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം, അത് വളരെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് അങ്ങനെയുള്ള ഒരു ഒന്നാം സാക്ഷിയുടെ ചീഫ് എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷൻ ചീഫാണ്. ആ ഒരു ചീഫ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഓർമ്മയിൽ? അതൊക്കെ ഓർമ്മയുണ്ടാവില്ല. അതെനിക്ക് ആ സാക്ഷി വളരെ കൃത്യമായി സംഭവത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ സാക്ഷിയെ ക്രോസ് എക്സാമിൻ ചെയ്തത് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന പ്രഗത്ഭനായ അഡ്വക്കേറ്റ് ശ്രീ വി ബാലൻ അവർകളായിരുന്നു. ആ വി ബാലൻ സാക്ഷിയെ ക്രോസ് ചെയ്ത സമയത്ത് ആ സാക്ഷിയുടെ ഭാഗത്ത് നിന്ന് ഒരു വ്യതിയാനവും സംഭവിച്ചില്ല എന്നുള്ളതാണ് ആ സാക്ഷിയുടെ ഒരു പ്രത്യേകത. ക്രോസിൽ ചീഫ് എക്സാമിനേഷനിൽ വളരെ പെർഫെക്റ്റായി സാക്ഷി എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ സാക്ഷി ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷികൾ എത്ര പേരുണ്ടായിരുന്നു? അത് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷികൾ എനിക്ക് തോന്നുന്നത് കണ്ട ഐ വിറ്റ്നസ് 6ഓളം പേരെ ഐ വിറ്റ്നസ്സായിട്ട് എക്സാമിൻ ചെയ്തു. പിന്നീടുള്ള മഹസർ സാക്ഷികൾ, സീഷർ മഹസർ സാക്ഷികൾ, സയൻറ്റിഫിക് ഡോക്ടേഴ്സ്, പോസ്റ്റ്മോർട്ടം നടത്തിയ ആൾക്കാർ ഒക്കെ കൂടി എനിക്ക് തോന്നുന്നത് ടോട്ടൽ ഒരു 10-20 സാക്ഷികളാണ്. 20ഓ 22ഓ സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും സാക്ഷികൾ ഇല്ല, ആ ഒരു സാക്ഷി പോലും ആ കേസിൽ കൂറുമാറിയിട്ടില്ല. അതെ, ഇതിൽ കൂറുമാറിയ സാക്ഷികളാരും തന്നെ കൂറുമാറിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല, ചെയ്യേണ്ടി വന്നിട്ടില്ല, മാറിയിട്ടില്ല. പ്രോസിക്യൂഷൻ പോസ്റ്റ്മോർട്ടം നടന്നത് അതെ പരിയാരത്ത് ഗോപാലകൃഷ്ണനാണ് എന്നെനിക്ക് തോന്നുന്നത്. ഫോറൻസിക് സർജൻ ഗോപാലകൃഷ്ണനായിരുന്നു എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഓർമ്മ. ആയുധങ്ങളൊക്കെ കോടതിയിൽ ഹാജരാക്കുകയും എങ്ങനെയായിരുന്നു അതിന്റെ നടപടി? ആയുധങ്ങൾ പോലീസ് സീസ് ചെയ്ത് അതാത് സമയത്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ ആയുധങ്ങൾ സാക്ഷികൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ആയുധങ്ങളിൽ ഉണ്ടായിരുന്ന രക്തക്കറ അത് ഈ സയൻറ്റിഫിക് റിപ്പോർട്ട് പ്രകാരം അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അക്രമത്തിന് ഉപയോഗിച്ച ആയുധങ്ങളാണ് എന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്. പ്ലസ് പോയിന്റ് തെളിയിക്കാൻ സാധിച്ചിരുന്നു. മുതലുകളുടെ ലിസ്റ്റ് ആയുധങ്ങൾക്ക് പുറമെ വേറെന്തൊക്കെയാണ് അവിടുന്ന് കിട്ടിയ സാധനങ്ങൾ പലതും ഉണ്ടാവും. അതിൽ ആയുധങ്ങൾക്ക് പുറമെ ഈ ചെറുപ്പക്കാർ ഉപയോഗിച്ചിരുന്നതായ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരുടെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പ്രതികളുടേതായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് കൃത്യമായി ഇപ്പോഴും ഓർമ്മിക്കുന്നില്ല. അതെ, ഒരുമിച്ചുണ്ടായിരുന്നു. വിചാരണ വേളയിലെ മറ്റു രംഗങ്ങൾ ചീഫിന് മാത്രമായിരുന്നു, ഓരോ പ്രതികൾക്ക് വേണ്ടിയിട്ടും പ്രത്യേക ആളുകൾ ഉണ്ടായിരുന്നോ? ഇതിൽ കുറച്ച് പ്രതികൾക്ക് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് വിജയലക്ഷ്മണൻ
ഹാജരായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഈ രണ്ടുപേരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല. തലശ്ശേരി അതെ ഏറ്റവും പ്രഗത്ഭരായ അതെ, രണ്ട് രണ്ട് അഭിഭാഷകർ ഈ അഭിഭാഷകരാണ്. പ്രതികൾക്ക് വേണ്ടിയായിരുന്നു. അതെ ഈ 15 പേരൊക്കെ ഈ കൂട്ടിൽ ഇങ്ങനെ നിരന്ന് നിന്നിട്ട് ഈ പ്രതികളെ തിരിച്ചറിയുന്ന ഒരു രംഗമുണ്ട്, അതെ സാക്ഷികൾ. അതെ. അത് ഈ 15 പേരുണ്ടല്ലോ, അതെല്ലാം കറക്റ്റ് പക്കയായിട്ട് തന്നെയാണ് നടന്നത്. അതിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ ഒരു ഓർമ്മ എങ്ങനെയാണ്? അത് പിന്നെ സാക്ഷികൾ വളരെ വ്യക്തമായി ഈ പ്രതികളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാർക്കും തന്നെ സാക്ഷികൾക്ക് ഒരാളെ തിരിച്ചറിയാതിരിക്കാനുള്ള ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. എല്ലാ സാക്ഷികളും ഈ സംഭവത്തെ പറ്റി പറഞ്ഞ സാക്ഷികൾ പ്രതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞതായിട്ട് കോടതിയിൽ ഈ മനസ്സിലാക്കി. ഒരേ പ്രദേശത്തുകാരാണ് പ്രതികളും കൊല്ലപ്പെട്ടവരും എന്നതുകൊണ്ട് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളൊക്കെ ഇന്നത്തെ പ്രതികളായി വന്നു. ബന്ധുക്കൾ പ്രതികളല്ല. ബന്ധുക്കളായാലും പ്രതികളായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഇല്ല. ഇവര് തമ്മിലുള്ള ഈ ചെറുപ്പക്കാരുടെ ഒരു ഇവര് കൊല്ലപ്പെടാൻ മാത്രം ഈ രാഷ്ട്രീയമായ ഒരു വിരോധം മാത്രമാണ്, വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഇല്ല. ഈ അന്വേഷണത്തിൽ പിന്നെ ഉള്ള ഈ കുറ്റപത്രം ബോധിപ്പിച്ചത് ഈ മരണപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ അവർ കുറേ കാലമായി പ്രവർത്തിച്ചു വരുന്ന പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു പാർട്ടിയിൽ ചേർന്നതിൻ്റെ വിരോധമാണ് സംഭവത്തിൻ്റെ കാരണം എന്നാണ് നയിച്ചത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ പ്രതികളുടെ അറസ്റ്റ് ഒക്കെ എത്ര കാലം കൊണ്ട് നടന്നുണ്ട്? പ്രതികളെ എങ്ങനെയാണ് പിടികൂടുന്നത്? ഈ ഓപ്പറേഷൻ നടന്നിട്ട് പ്രതികളായി കഴിഞ്ഞാൽ ഒളിവിൽ പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അത് എങ്ങനെയാണ് പോലീസ് പ്രതികളെ അധികം താമസിയാതെ പിടികൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും പിന്നെ ഓർമ്മിക്കുന്നത് എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ പിന്നെ വിടുകയാണ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയാണ് ചെയ്തത്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. കുറച്ചു കാലം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ജാമ്യത്തിൽ ഇറങ്ങുകയാണ് ചെയ്തത്. വിചാരണ കാലഘട്ടത്തിൽ വീണ്ടും അവര് കോടതിയിൽ ഹാജരാകുന്നു, വിചാരണ നേരിടുന്നു. അതെ. ഈ 4 മാസത്തെ വിചാരണക്കിടയിൽ താങ്കളുടെ ഓർമ്മയിലുള്ള ക്രോസിനിടയിലോ ചീഫിനിടയിലോ ഉണ്ടായ സംഭവങ്ങൾ എന്തെങ്കിലും ഓർമ്മയിലുണ്ട്? കാരണം ഈ 4 മാസം നീണ്ടു നിൽക്കുന്ന വിചാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ പല രീതിയിലുള്ള രംഗങ്ങളും അവിടെ ഉണ്ടാവുക. കാരണം പ്രഗത്ഭരായ 2 ക്രിമിനൽ അഭിഭാഷകരാണ് എതിർ പ്രതിവാദത്തിന് വേണ്ടി ഹാജരാകുന്നത്, പ്രോസിക്യൂഷന് വേണ്ടി താങ്കളും. ആ രംഗങ്ങൾ വിജയലക്ഷ്മണനെ പോലെ അല്ലെങ്കിൽ ബാലഭക്തിനെ പോലുള്ള ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ അതിന്റെ ആ ക്രോസും ചീഫും ഒക്കെ എങ്ങനെ നടത്താമെന്ന് പ്രതീക്ഷിക്കുന്നു? അത് ഈ കേസ് ഒരു 2 യുവാക്കൾ മരണപ്പെട്ട കേസായതുകൊണ്ട് ഒരു സെൻസേഷണൽ കേസായിരുന്നു. എല്ലാ ദിവസങ്ങളിലെയും പത്രങ്ങളിൽ തലേ ദിവസത്തെ തെളിവെടുപ്പിൻ്റെ വിവരങ്ങൾ വരും. അതുപോലെ തന്നെ കേസിൻ്റെ വിചാരണ സമയത്ത് പ്രതികളുടേതായിട്ടും അല്ലെങ്കിൽ മരണപ്പെട്ട ആളുടെയായിട്ടും കുറേ ആളുകൾ ഉണ്ടാവും. എപ്പോഴും കോടതി പരിസരം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ആളുകളുടെ തിരക്ക് ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. 15 പ്രതികളും അവരുടെ ബന്ധുക്കളും കൊല്ലപ്പെട്ട യുവാക്കളുടെ ബന്ധുക്കൾ നിറഞ്ഞ കോടതിയിലാണ്. പഴയ ഇപ്പോഴുള്ള പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി പഴക്കമുള്ള ആ കോടതി കെട്ടിടത്തിലാണ് ഈ കേസിന്റെ വിചാരണ നടന്നത്. അപ്പൊ അതിനകത്ത് ഈ ബാലൻ വക്കീൽ വളരെ ശബ്ദം കൊടുത്ത് സംസാരിക്കുന്നത്, വിജയലക്ഷ്മൺ വക്കീൽ എപ്പോഴും വളരെ നന്നായി ഒച്ചത്തിൽ സംസാരിക്കുന്നത്. ഈ 2 പേരും അവരുടെ ക്രോസിൽ നടത്തിയ ചില നീക്കങ്ങൾ താങ്കളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും, ഇതിനെ പൊളിക്കാൻ വേണ്ടി നടത്തിയ. അപ്പൊ പ്രോസിക്യൂട്ടർ എന്ന നിലയ്ക്ക് താങ്കൾ അതിന് നേരിട്ട രീതികളും ആ ഇൻസിഡന്റുകൾ ഓർമ്മയിലുണ്ടാവില്ല. ചില കാര്യങ്ങൾ 4 മാസം നിൽക്കുന്ന വിചാരണയാവുമ്പോൾ നിങ്ങൾ തമ്മിൽ ഇത് സാധാരണക്കാർക്ക് ഈ കോടതിയിൽ നടക്കുന്ന ഏറ്റുമുട്ടലുകൾ അവർ പൊതുവെ കാണാറില്ല. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബന്ധപ്പെട്ട ആളുകളെ വരുന്നുണ്ടാവും. അത്തരം രംഗങ്ങൾ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ആർഗ്യുമെന്റ്? ബാലൻ വക്കീല് വളരെ വിദഗ്ധമായി ക്രോസ് എക്സാമിൻ ചെയ്യുന്നൊരു വക്കീലാണ്. അതുപോലെ തന്നെ വിജയലക്ഷ്മണൻ വക്കീലും വളരെ വിദഗ്ധമായി പോയിന്റ് വൈസ് ക്രോസ് എക്സാമിനേഷൻ നടത്തും. 2 പേരും ക്രിമിനൽ സൈഡിൽ പേരുകേട്ട വക്കീലന്മാരാണ്. അപ്പോൾ എന്നാലും ബാലൻ വക്കീലിൻ്റെ ക്രോസ് എക്സാമിനേഷൻ ഒരു സാക്ഷിയെ നിന്ന് അയാൾക്ക് അനുകൂലമായ ഒരു ഉത്തരം കിട്ടാവുന്ന വിധത്തിലുള്ള ക്രോസ് എക്സാമിനേഷനാണ്. അപ്പം ഇതിൽ ഞാൻ ശ്രദ്ധിച്ചത് സാക്ഷികൾ
യഥാർത്ഥത്തിൽ സംഭവം കണ്ടവരായതുകൊണ്ടും റിയൽ വിറ്റ്നസ് ആയതുകൊണ്ടും ബാലം വക്കീലിൻ്റെയോ അല്ലെങ്കിൽ വിജയലക്ഷ്മൺ വക്കീലിൻ്റെയോ ക്രോസ് എക്സാമിനേഷനെ ഈ സാക്ഷികൾ മറികടന്നു, അല്ലെങ്കിൽ അവരതിൽ പിടിച്ചു നിന്നു, അവർ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നതാണ് ഈ കേസിൻ്റെ ഒരു വിജയം. പ്ലസ് ആയി മാറിയത്. ഈ പ്രതിഭാഗത്തിന്റെ വാദം എന്തായിരുന്നു? നിങ്ങളിത് രാഷ്ട്രീയ വിരോധം മൂലം ഇങ്ങനെ ഇവരെ ഈ പ്രതികൾ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഈ പ്രതിഭാഗം ഇതിനെ കൗണ്ടർ ചെയ്തത് ഏത് ആംഗിളിലായിരുന്നു? പ്രതിഭാഗം കൗണ്ടർ ചെയ്തത് ഈ മരണപ്പെട്ട ചെറുപ്പക്കാരും വേറെ ആളുകളും തമ്മിലുണ്ടായ ഒരു സംഘർഷത്തിൽ അവർക്ക് പരിക്ക് പറ്റി, അവർ മരണപ്പെട്ടു എന്നല്ലാതെ ഈ പ്രതികൾക്ക് ഇവരെ പരിക്ക് പറ്റാനിടയായ സംഭവത്തിൽ യാതൊരു ബന്ധവുമില്ല എന്ന തോതിലാണ് കേസ് അവർ നടത്തിയത്. പിന്നെ എങ്ങനെ ഇവർ പ്രതിയായി എന്നാണ് പറയുന്നത്? മനഃപൂർവ്വം പ്രതികളാക്കിയതാണെന്നോ നിരപരാധികളെ പ്രതിപട്ടികയിൽ എങ്ങനെ ഉൾപ്പെടുത്തി എന്നുള്ളതായിരുന്നു? അത് രാഷ്ട്രീയ വിരോധം കൊണ്ട് പ്രതികളെ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നാണ് പ്രതിഭാഗം പറഞ്ഞത്. ജനപ്രതികൾ ഉൾപ്പെടുത്തി പ്രസ്ഥാനത്തുണ്ട്. ഈ പട്ടികയിലുള്ളവരുടെ ഇപ്പൊ നിങ്ങൾ ഈ കൊല്ലപ്പെട്ട ചെറുപ്പക്കാർ എന്ത് തൊഴിൽ ചെയ്തിരുന്നവരാ? ഓർമ്മയുണ്ട്? എന്താണ് അവരുടെ? അവര് കൂലിപ്പണി ചെയ്യുന്നവരാണെന്നാണ് എനിക്ക്, സാധാരണക്കാരാണെന്ന് എനിക്ക് മനസ്സിലായത്. പ്രതിപട്ടികയിൽ വന്ന 15 പേരുടെ തൊഴിൽ എന്തായിരുന്നു? അവരുടെ റേഞ്ച് എന്താണ്? പൊതുപ്രവർത്തകര്, രാഷ്ട്രീയ നേതാക്കൾ? പ്രതിപട്ടികയിൽ വന്നവരൊക്കെ തന്നെയും സമൂഹത്തിൽ കുറച്ച് നിലയും വിലയുള്ള ആൾക്കാരായിരുന്നു, ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർ രാഷ്ട്രീയ പാർട്ടിയുടെ സജീവ പ്രവർത്തകരായിരുന്നു. നേതാക്കന്മാർ, അത് പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു എന്നാണ് ഞാനിപ്പോൾ പ്രതിപട്ടിക. ഗൂഢാലോചന അതിൽ 15-ാം പ്രതിയുടെ പേരിൽ മാത്രമേ ഗൂഢാലോചന എന്ന കുറ്റം ആരോപിച്ചിട്ടുള്ളൂ. ബാക്കി 1 മുതൽ 14 വരെ പ്രതികൾ സംഭവത്തിൽ നേരിട്ട് ഉൾപ്പെട്ടു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 14 പേര് നേരിട്ട് ഉൾപ്പെട്ടതായി പ്രോസിക്യൂഷൻ തെളിയിക്കാൻ സാധിച്ചു. അതെ. 15 പ്രതികളും 15-ാം പ്രതി മാത്രമാണ് ഗൂഢാലോചന എന്ന നിലക്ക് പ്രതിപട്ടികയിൽ. അതെ, 15-ാം പ്രതിയെ കോടതി സംശയത്തിന്റെ ആനുകൂല്യം നൽകി വിട്ടയക്കാണ് ചെയ്തത്. ഈ എല്ലാ പ്രതികൾക്കെതിരെ 302 മാത്രമാണ് ഉണ്ടായിരുന്നത്. കൂടുതൽ വകുപ്പുകൾ ഉണ്ടായിരുന്നു. 302 ഉണ്ടായിരുന്നു. കാരണം പിന്നെ ഈ ഗുരുതരമായ പരിക്കുകൾ പറ്റിയതുകൊണ്ട് 326 ഉണ്ടാവും, മറ്റ് പിന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പിന്നെ മരണം നടന്നാൽ 302 വന്നു. ബാക്കിയുള്ള പരിക്കുകൾക്ക് അതെ പരിക്കേറ്റിട്ടാണ് വരുന്നത്. അതെ അതെ. ഈ വിചാരണ നമ്മൾ ഈ വിചാരണക്കിടയിൽ ഈ വിചാരണ പൂർത്തിയായതിനു ശേഷം പ്രതികളെ ചോദ്യം ചെയ്യുന്ന ഒരു രംഗം, ആ രംഗത്തിൽ ഈ പ്രതികളുടെ ശ്രമം. ഞങ്ങൾ ഈ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളെ രാഷ്ട്രീയ വിരോധം കൊണ്ട് ഈ കേസിൽ കക്ഷിയാക്കിയതാണ്, പ്രതികളാക്കിയതാണ് എന്നാണ് 313 ക്വസ്റ്റ്യനിങ്ങിൽ അവരെ പ്രതികളെ ചോദ്യം ചെയ്ത സമയത്ത് അവർ കോടതിയോട് പറഞ്ഞത്. അതിനുശേഷമുള്ള പ്രതികളെ കോടതി ചോദ്യം ചെയ്തതിന് ശേഷമുള്ള രംഗത്ത് നിങ്ങളുടെ ആർഗ്യുമെന്റ് വാദപ്രതിവാദമുണ്ട്. അതിനകത്ത് നിങ്ങൾ ഉയർത്തിയ പ്രധാന വാദം ഈ വിചാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും വാദം നടക്കുന്നത്. ഈ തുടങ്ങിയ അന്നുള്ള മെറ്റീരിയൽ എവിഡൻസ് ആയിരിക്കില്ല ഈ 4 മാസത്തെ വിചാരണ കഴിയുമ്പോഴത്തേക്കും പ്രോസിക്യൂട്ടർ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ കിട്ടിയ മെറ്റീരിയൽ വെച്ചിട്ട് താങ്കൾ പ്രോസിക്യൂട്ടർ എന്ന നിലക്ക് ആ കേസിൽ പ്രധാനപ്പെട്ട വാദം എന്തൊക്കെയാണ്? അതിൽ ഞാൻ ഉന്നയിച്ച ഒരു വാദം ഈ പരിക്ക് ഈ 2 ചെറുപ്പക്കാരും അവിടെ രാത്രി പോകുന്നത് കണ്ടു എന്ന് സാക്ഷികൾ മൊഴി കൊടുത്തിട്ടുണ്ട്. അവർ ആ ദിവസം ആ ഷെഡിൽ ഉറങ്ങിയിരുന്നു എന്ന് സാക്ഷികൾ മൊഴി കൊടുത്തിട്ടുണ്ട്. ഈ പ്രതികൾ ആ ഷെഡിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നത് കണ്ടു എന്ന് സാക്ഷികൾ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രതികൾ അവിടത്തേക്ക് നടന്നുപോയി ആ ഷെഡ് വളഞ്ഞു വെക്കുന്നതും ഷെഡിലുള്ള യുവാക്കളെ ആക്രമിക്കുന്നത് കണ്ടു എന്ന് സാക്ഷികൾ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പം ആ സാക്ഷികളുടെ മൊഴികളൊക്കെ തന്നെ ഒരു റിങ്ങായിട്ട് വന്നു. സംഭവത്തിൻ്റെ കാരണം പ്രതികൾ തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ ആ സാക്ഷിമൊഴികളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വാഗ്വാദം നടത്താൻ എനിക്ക് സാധിച്ചു എന്നതാണ് ആ പ്രോസിക്യൂഷൻ്റെ ഒരു വിജയം.
ഈ പ്രതികൾ രണ്ടുപേരും സുഹൃത്തുക്കളോ ബന്ധുക്കളോ അവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്തായിരുന്നു? പ്രതികള് ആ നാട്ടുകാരാണ്. പിന്നെ പരിക്ക് പറ്റിയ ആളുകൾ, മരിച്ച രണ്ടുപേര് അടുത്ത ബന്ധുക്കളാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. രണ്ടുപേരും അടുത്ത മരുമക്കളാണ്. അപ്പൊ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഈ താങ്കളുടെ വാദത്തിൽ ഈ കണ്ണൂർ ജില്ലയിൽ ഒത്തിരി കൊലപാതക രക്ഷയും നടക്കുന്ന ഒരു കാലമാണ്. താങ്കൾ തന്നെ ഏകദേശം 30-40 കൊലക്കേസുകൾ ട്രയൽ നടത്തുന്ന ഒരാളാണ്. താങ്കൾ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു എന്നുള്ളൊരു പ്രധാന ചോദ്യമാണ് എനിക്ക് ചോദിക്കേണ്ടത്. കാരണം കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞ ആ കാലത്ത് കൊലപാതക രാഷ്ട്രീയത്തിൽ കുപ്രസിദ്ധി ആർജിച്ച കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ കാലത്ത് കൊലപാതക പരമ്പരകൾ തന്നെ നടന്ന് ഭീകരമായിരുന്നു. താങ്കളുടെ നാട്ടിൽ പോലും അത്രയേറെ കൊലപാതകം നടന്നിരുന്നു. അതൊക്കെ താങ്കൾ എങ്ങനെയാണ് കോടതിയിൽ പരിശീലിക്കുന്നത്? കോടതിയുടെ മുമ്പിൽ ആ വസ്തുതകൾ വിശദമായി വാദത്തിൽ വന്നിരുന്നു. കാരണം രാഷ്ട്രീയ അക്രമങ്ങൾ പെരുകുന്നത് കർശനമായ പോലീസ് നടപടിയും കോടതിയുടെ ഭാഗത്തു നിന്നുള്ള കർശനമായ ശിക്ഷകളും ആവശ്യമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള കുറേ വിധിന്യായങ്ങളിൽ ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങളെ നിർത്തലാക്കാൻ കോടതിയുടെ ഭാഗത്ത് നിന്ന് കർശനമായ നടപടികൾ ഉണ്ടാകണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം കോടതിക്കും ശരിക്കും ഇത് ബോധ്യപ്പെട്ടതാണ്. അടിക്കടി നാട്ടിലുണ്ടാകുന്ന ഈ ക്രമസമാധാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് അതിന് ശക്തമായ ഒരു ശിക്ഷ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടി ഇതിലൊരു ഘടകമാണ്.